ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. അംഗനവാടി വർക്കർമാരുടെ നിയമനത്തെ രാഷ്ട്രീയവൽക്കരിച്ച പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അംഗനവാടി വർക്കർമാരുടെ നിയമനത്തിൽ അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തി ഇന്റർവ്യൂ രാഷ്ട്രീയവൽക്കരിച്ച പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഇതെന്ത് ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ഡാൻസ് ചെയ്യാം, എന്നാ ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ഡാൻസ് ചെയ്യുമ്പോൾ കൈകൊട്ടി ചിരിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ. ആ കളിക്കുമ്പോൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചിരിക്കുക. നിങ്ങൾ എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ച് പല സഹോദരിമാരും ഇവിടെ ക്ഷോഭത്തോടുകൂടി ഈ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായി എന്നിൽ നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. ഇങ്ങനെ എന്തിനാണ് ഈ പാവങ്ങളെ നിങ്ങൾ പറ്റിക്കുന്നത്? ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മേഖലയിലും CPMന്റെ കൊടി പിടിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് നിയമനം നടത്തുകയാണ്. താൽക്കാലിക നിയമനം. ആയിരക്കണക്കിന് ആളുകൾ ഈ ചേലക്കരയിൽ ഇതുപോലെയുള്ള ഉദ്യോഗം അന്വേഷിച്ചുകൊണ്ട്, താൽക്കാലികമാണെങ്കിൽ അത് അന്വേഷിച്ചുകൊണ്ട് അഭ്യസ്തവിദ്യരായ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുള്ളപ്പോൾ CPMന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ, CPMന്റെ കൊടി പിടിച്ചാൽ നിങ്ങൾക്ക് ജോലിയുണ്ട് എന്ന തരത്തിൽ ചേലക്കരയെ മാറ്റുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. CPMകാരോട്, ഇത് വെള്ളരിക്ക പട്ടണമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ നിയമപരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാതെ പിന്നിൽ കൂടി തിരികെ കയറ്റുന്ന ഈ സംവിധാനത്തിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ ശബ്ദമുയർത്തുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. സാഹചര്യം ഈ പഞ്ചായത്തിലിരിക്കുന്ന ഭരണക്കാർക്ക് മുഴുവൻ അറിയാം. എന്തുകൊണ്ടെങ്കിലും ധർണ നടത്തേണ്ടി വന്നു. 500-ൽ പരം ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് 5-6 വേക്കൻസിയുള്ള ഈ അംഗൻവാടി ഹെൽപ്പർമാരുടെ ഒഴിവിലേക്ക് ഒരു പ്രകസനം എന്ന നിലയ്ക്ക് 3 ദിവസങ്ങളിലായി ഇന്റർവ്യൂ നടത്തുകയും സ്വന്തം പാർട്ടിക്കാരായ ആളുകളുടെ പേരുകൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ, ഈ തിരഞ്ഞെടുപ്പ്, ഈ ഇന്റർവ്യൂ നടത്തി എടുക്കാൻ തീരുമാനിച്ച നിയമനം റദ്ദാക്കിയിട്ട് പുതിയ ഇന്റർവ്യൂ നടത്തിയില്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് പോകാൻ ഈ ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർബന്ധമാകും. അതുകൊണ്ട് ഈ നിയമനത്തിനെതിരെയും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൊടിയുടെ നിറം നോക്കിക്കൊണ്ടുള്ള നിയമനങ്ങളും പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെ നോക്കുകുത്തികളാക്കി കൊണ്ടുപോകുന്ന ഈ നിലപാടിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KP ഷാജി, A അസനാർ, സന്തോഷ് ചെറിയാൻ, VK നിർമ്മല, PA അച്ഛൻകുഞ്ഞ്, ഗീത ഉണ്ണികൃഷ്ണൻ, മിനി ജനാർദ്ദനൻ, KT ശശിധരൻ, PR ദേവിദാസ്, KK സത്യൻ, ഉണ്ണികൃഷ്ണൻ, സുരേഷ് കലാമണ്ഡലം തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂ നടക്കുകയുണ്ടായി. ആ ഇന്റർവ്യൂവിന്റെ കാര്യമാണ് ഇതിനു മുന്നേ സംസാരിച്ചവരൊക്കെ തന്നെ ഇവിടെ പറഞ്ഞത്. 3 പേരെ നിയമിക്കാൻ വേണ്ടി 540 പേരെ ഈ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി ഡാൻസ് കളിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതി ആ സഹോദരിമാരോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ്. ആ ക്രൂരതയ്ക്കെതിരെയാണ് ഈ സമരം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധിപ്പിക്കാൻ, അവരെ മനസ്സിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നയപരമായ സമീപനത്തെക്കുറിച്ചുമൊക്കെ തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ സമീപിക്കുന്ന പഞ്ചായത്തിലെ സർവ്വരംഗത്തും അനീതിയുടെയും അഴിമതിയുടെയും വലിയ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത്. സാധാരണക്കാർക്ക് നീതി കൊടുക്കേണ്ടടുത്ത്
പകരം നീതിന്യായ വ്യവസ്ഥയെ പോലും അട്ടിമറിച്ചുകൊണ്ട് നടക്കുന്ന പല നിയമന പരിപാടികളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം തുടർന്നുള്ള നാളുകളിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനവും ധർണയും നടത്താനുണ്ടായ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ 5-ാം തീയതി ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് 3 ദിവസങ്ങളിലായി 3, 4, 5 തീയതികളിലായി ഏകദേശം ഈ പഞ്ചായത്തിലുള്ള 540ഓളം വരുന്ന പാവപ്പെട്ട സഹോദരിമാരെ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുകയുണ്ടായി. 540 ആളുകൾ പങ്കെടുക്കുകയും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പല ആളുകളും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ അംഗൻവാടികളിൽ താൽക്കാലിക വർക്കർമാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ട്. അവരും അതേപോലെ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഇതൊരു പ്രഹസനം മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. CCV ന്യൂസ് ചേലക്കര.